ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കൃഷ്ണാസ് സ്റ്റോറി ടൈം. ശ്രീകൃഷ്ണ ഭഗവാനിൽ അനുഗ്രഹീതരായ എല്ലാവർക്കും കൃഷ്ണാസ് സ്റ്റോറി ടൈം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. കൃഷ്ണായനം എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് തുളസി കോട്ടുകൽ, പബ്ലിഷേഴ്സ് ഹരിശ്രീ ബുക്സ്, പുനലൂർ, ഓഡിയോ കൃഷ്ണകുമാരി. കൃഷ്ണായനം ഇന്നത്തെ ഭാഗത്തിലേക്ക്. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ചിതറുന്ന ചിന്തകൾ. അത്ഭുതകരമായ ഒരു വാർത്തയായി ആ സംഭവം നാടാകെ പരന്നു. ആഴം ചെന്ന വേഗതമുറ്റിയ യമുനാ നദിയെ തടഞ്ഞു നിർത്തി ബലരാമൻ അമ്പാടിയിലൂടെയും വൃന്ദാവനത്തിലൂടെയും ഒഴുക്കിയത്രേ. വേനൽ വരട്ടിയ ആ ഗ്രാമങ്ങൾ തളിർക്കുകയും പൂക്കുകയും ചെയ്തു. ജനങ്ങൾ പരസ്പരം പറഞ്ഞു, ബലരാമനും കൃഷ്ണനും അനുഷ്ഠിക്കുവാനാവാത്തതായി ഒന്നുമില്ല. ചാരന്മാർ വഴി വാർത്ത ജരാസന്ധന്റെ ശ്രവണപുടത്തിലുമെത്തി. അന്തപുരത്തിലെ ഉദ്യാനത്തിൽ ഇലവർണ്ണച്ചെടിയുടെ ഛായയിൽ വിശ്രമിക്കുകയായിരുന്നു ചക്രവർത്തി. തോഴിമാരില്ലാതെ, ആർഭാടമേതുമോരാതെ യൗവനം തളിരിട്ടു നിൽക്കുന്ന അസ്ഥിയും പ്രാപ്തിയും അടച്ചു മൂടിക്കഴിയുന്ന കാര്യം ചക്രവർത്തി ഓർത്തു. മക്കളെ മധുരയിലേക്ക് അയച്ചത് ഏറെ പ്രതീക്ഷകളുമായിട്ടായിരുന്നു. മധുര ഐശ്വര്യപൂർണമായ നഗരം തന്നെയാണ്. കാളിന്തിയുടെ പിള്ളത്തൊട്ടിലാണ് മധുര. യാദവർ ശക്തരും നിഷ്കളങ്കരുമാണ്. ക്രൗര്യം മനസ്സിലോരാത്തവർ. പ്രതീക്ഷിച്ചതുപോലെ എല്ലാം വന്നു. കംസൻ അശ്വമേധം നടത്തി. ദേവപ്രഭുവിൻ്റെ വെൺകൊറ്റക്കുട മഞ്ഞിലെത്തി. മധുരയുടെ സിംഹാസനത്തിന് അലങ്കാരമായി. ചുറ്റുമുള്ള ചെറിയ ചെറിയ രാജ്യങ്ങൾ കംസന്റെ അധികാരത്തിലമർന്നു. തൻ്റെ ചക്രവർത്തി പദം കംസൻ അംഗീകരിക്കുകയും ചെയ്തു. എന്നാൽ ഇന്നു തന്നെ അംഗീകരിക്കാത്തവർ ഗംഗാസമതലത്തിൽ ഉണ്ടായി വന്നിരിക്കുന്നു. അതോർത്തപ്പോൾ ജരാസന്ധനിൽ കോപം കടലായി ഇരമ്പി. പാഞ്ചാലത്തിലെ ദ്രുപദൻ എനിക്കെതിരാണ്. ഹസ്തിനാപുരത്തിലെ ധൃതരാഷ്ട്രർ എന്നെ അംഗീകരിക്കുന്നില്ല. കംസൻ ഉണ്ടായിരുന്നെങ്കിൽ ഇവരാരും എനിക്ക് എതിരാവുകയില്ലായിരുന്നു. കംസൻ പോയി. യഥാർത്ഥത്തിൽ ഞാൻ നാണിക്കേണ്ടതാണ്. ഇത്തിരിയോളം പോന്ന 2 കാലിപ്പിള്ളേരെ വധിക്കുവാൻ തനിക്ക് കഴിയുന്നില്ല. ഗോമന്തത്തിൻ്റെ തടത്തിൽ വെച്ച് അവർ കാണിച്ച അത്ഭുത പരാക്രമങ്ങൾ അതിശയമുളവാക്കുന്നു. ഇപ്പോൾ അവരുടെ കരം കൊണ്ട് ശൃഗാലന് മരണവും വന്നിരിക്കുന്നു. ശക്തിമാനും ബലത്ത സൈന്യത്തിൻ്റെ ഉടമസ്ഥനുമായിരുന്നു ശൃഗാലൻ. എന്നിട്ടും അവൻ്റെ കൊട്ടാരത്തിൽ ചെന്നാണ് കൃഷ്ണൻ ശൃഗാലനെ വധിച്ചത്. കുട്ടികളെന്ന് കരുതി അവരെ നിസ്സാരർ ആക്കുവാൻ കഴിയുകയില്ല. ഏതു വിധത്തിലും അവരെ കൊന്നേ മതിയാവുകയുള്ളൂ. കാലത്തിൻ്റെ ഗമനത്തിനനുസരിച്ച് പ്രതിബന്ധങ്ങൾ കൂടി വരുന്നതേയുള്ളൂ. ഭീഷ്മക രാജാവിൻ്റെ വാക്കുകൾ മനസ്സിൽ തുളച്ചു നിൽക്കുന്നു. ആ ശബ്ദങ്ങൾ അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, പല രാജാക്കന്മാരുടെയും മനസ്സിൽ മുളച്ചതു തന്നെയാണ്. അദ്ദേഹം ചോദിച്ചത് എത്ര വട്ടം ഹൃദയത്തിൽ നുരഞ്ഞിരിക്കുന്നു. കൃഷ്ണനും ബലരാമനും വെറും കുട്ടികളല്ലേ? അവരെ കൊല്ലുവാൻ നടക്കുന്ന നമ്മൾ ലോകത്തിൻ്റെ മുമ്പിൽ പരിഹാസ്യരാവുകയില്ലേ? പിന്മടങ്ങി വസിക്കുന്നതാണ് യോഗ്യം. എല്ലാ അർത്ഥത്തിലും ഭീഷ്മകന്റെ ചോദ്യം ശരിയാണ്. രാജാക്കന്മാരല്ല അവർ. കാലികളെ മേച്ചു നടക്കുന്ന വെറും ഇടയ കുട്ടികൾ. വനവും തടവും കാട്ടുജാതിക്കാരും അവർക്കെന്നും പ്രിയങ്കരങ്ങളാണ്. പക്ഷേ അവർ വളർന്നാൽ, നാളെ തൻ്റെ ചെങ്കോലിന് ഭീഷണിയായാൽ അതു പാടില്ല. കരുത്തുറ്റ ഒരു യുവതലമുറയെ വാർത്തെടുക്കണം. തൻ്റെ ആജ്ഞാനുവർത്തികളുമായിരിക്കണം അവർ. അത്തരം കാര്യങ്ങൾക്ക് ഏറ്റവും യോഗ്യൻ രുക്മിയാണ്. ശക്തിമാനും തൻ്റെ ആജ്ഞാനുവർത്തിയുമാണ്. മധുര ഭരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവൻ. മുമ്പും പിമ്പും നോക്കാത്ത അവൻ്റെ ശീലത്തെ പ്രയോജനപ്പെടുത്തണം. അവനുമായി ഒരു ബന്ധം ഉറപ്പിക്കണം. തൻ്റെ പൗത്രിയെ അവന് വിവാഹം ചെയ്തു കൊടുക്കണം. ആ ചിന്ത ജരാസന്ധനെ സന്തോഷിപ്പിച്ചു. ദൂതന്മാരെ അയച്ച് ക്ഷണത്തിൽ രുക്മിയെ വരുത്തി. ഉചിതമായ പീഠം നൽകിയിരുത്തി.
തൻ്റെ മനസ്സിലുണർന്ന ആശയങ്ങൾ അവതരിപ്പിച്ചു. വിവേകം ലേശവും ഏശിയിട്ടില്ലാത്ത രുക്മി അമിതമായി സന്തോഷിച്ചു. എല്ലാം അവൻ തലയറിഞ്ഞ് സമ്മതിച്ചു. ജരാസന്ധൻ മറ്റൊരു കാര്യം കൂടി രുക്മിയുടെ സവിധത്തിൽ അവതരിപ്പിച്ചു. ഗംഗാസമതലത്തിൽ വളർന്നു വരുന്ന മറ്റൊരു ശക്തനായ യുവാവാണ് ശിശുപാലൻ. കൃഷ്ണന്റെ ബന്ധു, എന്നാൽ കേശവന്റെ കർമ്മങ്ങളോട് അമർഷിയായി ജീവിക്കുന്നവൻ. അവനെ നാം വശത്താക്കണം. അതിന് ഒരു മാർഗമേ ഉള്ളൂ. നിന്റെ സഹോദരിയായ രുക്മിണിയെ ശിശുപാലന് വിവാഹം ചെയ്തു കൊടുക്കണം. എന്താ നിന്റെ മനസ്സിലുണരുന്നത്? ഞാൻ പറയുന്നത് ശരിയല്ലേ? സമ്മതമാണെങ്കിൽ മാത്രം മതി. എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. ജരാസന്ധന്റെ വാക്കുകൾ രുക്മിയുടെ മനസ്സിൽ ആശയുടെ പുത്തൻ നാമ്പുകൾ ഉയർത്തി. ജരാസന്ധനു ശേഷം മഗധത്തിലെ അധിപൻ താൻ തന്നെ. വാസുദേവനെ അമർച്ച ചെയ്യുവാൻ ഏറ്റവും യോഗ്യൻ ശിശുപാലൻ തന്നെയാണ്. കൃഷ്ണന്റെ മരുമകനാണ് ശിശുപാലൻ. അമ്മാവനെ കൊന്നവനാണല്ലോ കേശവൻ. ശിശുപാലൻ അമ്മാവനെ വകവരുത്തിയാൽ ജനങ്ങൾ സന്തോഷിക്കുക മാത്രമേയുള്ളൂ. പകരത്തിന് പകരമായെന്ന നീതിശാസ്ത്രവുമാകാം. രുക്മി എന്താ ആലോചിക്കുന്നത്? ജരാസന്ധൻ ചോദിച്ചു. ചിന്തകളിൽ നിന്നും ഉണർന്ന രുക്മി പറഞ്ഞു, അങ്ങയുടെ വാക്കുകൾ ശ്രേഷ്ഠങ്ങൾ തന്നെയാണ്. ആ വാക്കുകളിൽ ഭാവി നിഴലിക്കുന്നു. അങ്ങയുടെ അഭിമതം പോലാകുന്നതിൽ എനിക്ക് വിരോധമില്ല. രുക്മിണിയുടെ വിവാഹക്കാര്യം രുക്മിയിൽ നിന്നും കൊട്ടാരത്തിലെ പലരും അറിഞ്ഞു. ജരാസന്ധന്റെ പൗത്രിയെ രുക്മി വിവാഹം ചെയ്യുന്നതായി സുവ്രത അറിഞ്ഞു. രുക്മിണിയും സുവ്രതയും ദുഃഖിച്ചു. സുവ്രത എന്തു ചെയ്യും? രുക്മിയുടെ കോപത്തിന് മുൻപിൽ അവൾ നിരാലംബയാണ്. വിവാഹത്തിനു ശേഷം സുവ്രത സുഖമെന്തെന്ന് അറിഞ്ഞിട്ടില്ല. രുക്മി സ്നേഹത്തോടെ പെരുമാറുന്ന നിമിഷങ്ങളില്ല. എങ്കിലും വിശ്വസ്തയായ ഒരു ഭാര്യയായി സുവ്രത കഴിഞ്ഞു. അപ്പോഴാണ് രുക്മിയുടെ പുതിയ വിവാഹക്കാര്യം സുവ്രതയുടെ ശിരസിൽ വെള്ളിടിയായി പതിക്കുന്നത്. രുക്മിണിയും സുവ്രതയും ഏകാന്തതയിലേക്ക് കൂടുതൽ മടങ്ങി. വേദനയുടെ ഗർഭഗൃഹത്തിൽ അവർ ഒന്നായി. ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു. ഒരു ദിവസം അന്തഃപുരത്തിലേക്ക് രുക്മിണി ഒരു കൊടുങ്കാറ്റ് പോലെ കടന്നു വന്നു. സുവ്രതയുടെ നികടത്തിലെത്തിയപ്പോഴേക്കും അവൾ തളർന്നുപോയി. സുവ്രത അവളെ താങ്ങിയില്ലായിരുന്നുവെങ്കിൽ രുക്മിണി കുഴഞ്ഞു വീഴുമായിരുന്നു. സുവ്രത ഉദ്വേഗത്തോടെ ചോദിച്ചു, രുക്മിണി, എന്താ ഇത്? നിനക്കെന്തു പറ്റി? ചേട്ടത്തി, നമ്മൾ കേട്ടതെല്ലാം ശരിയാണ്. ജരാസന്ധ മഹാരാജാവിൻ്റെ പൗത്രി ഈ കൊട്ടാരത്തിൽ രാജ്ഞിയാകുവാൻ വരുന്നു. എന്നെ ശിശുപാലന് നൽകുവാനും പോകുന്നു. സുവ്രത ഒരു നിമിഷം നിശബ്ദയായി. തൻ്റെ സ്ഥാനത്തേക്ക് മറ്റൊരു യുവതി കൂടി. നിശബ്ദയായിരുന്ന സുവ്രതയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. സപത്നിയായി വരുന്നവളെ സുവ്രത മനസ്സിൽ കണ്ടു. തൻ്റെ ഭർത്താവിൻ്റെ അതിമോഹം എവിടെ വരെ എത്തിയിരിക്കുന്നുവെന്ന് അവൾ മനസ്സിൽ കണ്ടു. ചക്രവർത്തിയുടെ പൗത്രിയെ പരിണയിച്ച് ചക്രവർത്തിയാകുവാൻ തൻ്റെ ഭർത്താവ് കൊതിക്കുന്നു. ആ സമയം എന്തോ ചിന്തിച്ചുറച്ചിട്ടെന്ന പോലെ രുക്മിണി പറഞ്ഞു, ഇല്ല, ഞാൻ അതിന് സമ്മതിക്കുകയില്ല. എൻ്റെ നാത്തൂനായി മറ്റൊരുവൾ കൂടി വരുവാൻ ഞാൻ അനുവദിക്കുകയില്ല. സുവ്രത സന്ദേഹത്തോടെ ചോദിച്ചു, അബലകളാണ് നമ്മൾ. പുരുഷന്മാരുടെ കർമ്മങ്ങളിൽ ഇടപെട്ട് അതിനെ തടയുവാൻ നമുക്ക് എങ്ങനെ കഴിയും? എല്ലാം ആഗ്രഹം മാത്രം. നമ്മുടെ അഭിമതങ്ങൾ കാനൽ മരീചിക പോലെയാണ്. അടുക്കും തോറും അകലും. ഒരിക്കലും നമുക്ക് ലഭിക്കുകയില്ല. ദൃഢമായി രുക്മിണി പറഞ്ഞു, എൻ്റെ വിവാഹമാണ് ആദ്യം നടക്കുക. ജ്യേഷ്ഠൻ ശിശുപാലനുമായി ആലോചിക്കുവാൻ നാളെ തന്നെ പോവുകയാണ്. ചേട്ടത്തി അല്പവും സംശയിക്കുക വേണ്ട. ആ വിവാഹം നടക്കുകയില്ല. എൻ്റെ ബാന്ധവം നടന്നില്ലെങ്കിൽ ജരാസന്ധ മഹാരാജാവിൻ്റെ പൗത്രി ഇവിടെ വരികയുമില്ല. സുവ്രത സന്ദേഹത്തോടെ ചോദിച്ചു, എന്താ രുക്മിണി നീ പറയുന്നത്? എനിക്ക് ഭയമാകുന്നു. ശിശുപാലനുമായുള്ള ബന്ധം നിനക്ക് താല്പര്യമില്ലേ? അവൾ മറ്റൊരു ലോകത്തിലേക്ക് നടന്നു നീങ്ങുകയായിരുന്നു.
ആ വഴിയിൽ വെച്ച് ആണ് സുഹൃതയുടെ വാക്കുകൾ ശ്രവിച്ചത്. അസ്പഷ്ടമായി രുക്മിണി പറഞ്ഞു, എനിക്ക് ആ ബന്ധം വേണ്ട. അവളുടെ ഹൃദയവേദിയിൽ അമ്പാടിക്കണ്ണൻ മുരളി ഊതി നൃത്തം ചെയ്യുകയായിരുന്നു. ഇന്ദ്രനീലവർണ്ണൻ മനസ്സിൽ പുഞ്ചിരിച്ചു. സ്തനതടങ്ങളിൽ കോൾമയർ കോരിയിട്ടു. പീതാംബരൻ്റെ മധുരോധാര രൂപം മനസ്സിൽ തിടമ്പായി നിന്നു. പക്ഷേ എങ്ങനെ ഗോവിന്ദനെ ഒരിക്കൽ കൂടെ കാണും? അതവൾക്ക് അറിയുവാൻ വയ്യ. പക്ഷേ ഒന്നവൾ ഉറച്ചു വിശ്വസിക്കുന്നു, തന്നെ മാധവൻ പരിണയിക്കും. രുക്മിണിയുടെ മനസ്സിനെ അലങ്കോലപ്പെടുത്തുവാൻ സുവ്രത ഒരുങ്ങിയില്ല. അവൾ സ്വയം ഒരു കോട്ട തീർത്ത് ചിന്തയുടെ വാത്മീകത്തിൽ വർത്തിച്ചു. അടുത്ത ഭാഗം രേവതി. ശിഷ്യന്മാരോടൊപ്പം വന്നെത്തിയ ഗർഗാചാര്യനെ വസുദേവർ ആഹ്ലാദത്തോടെ സ്വീകരിച്ചു. മഹർഷി ഏറെ ദിവസങ്ങളായി തീർത്ഥാടനത്തിലായിരുന്നു. വസുദേവർ ആചാര്യന് ഉചിതമായ പീഠം നൽകി തറയിൽ വിരിച്ചിട്ട പുലിത്തോലിൽ ശിഷ്യന്മാർ ഉപവിഷ്ടരായി. വസുദേവരുമൊത്ത് ആചാര്യൻ കുശലപ്രശ്നങ്ങളിൽ മുഴുകി. തീർത്ഥകേന്ദ്രങ്ങളിൽ വെച്ചുതന്നെ ജരാസന്ധ ചക്രവർത്തിയും മാധവനുമായുള്ള പോരാട്ടങ്ങൾ മഹർഷി അറിഞ്ഞിരുന്നു. കേശവനെ കാണുവാനും അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാനുമാണ് ആചാര്യൻ എത്തിയിരിക്കുന്നത്. അച്യുതനിലും വലിയ ആചാര്യൻ ആരാണ്? ആധ്യാത്മികതയുടെ ആദ്യകാണ്ഡമാണ് സംസൃതിയായി മുന്നിൽ നിൽക്കുന്നതെന്ന് ഗർഗന് നല്ല ബോധ്യമാണ്. പുഞ്ചിരി തഞ്ചുന്ന മുഖവുമായി കണ്ണൻ മഹർഷിയുടെ സമീപം എത്തി. ദൈവികമായ ആഹ്ലാദം പൂർണ്ണരൂപത്തിൽ സമീപിച്ചാൽ സ്വീകരിക്കുവാൻ വെമ്പുന്ന ഒരാളുടെ ഭാവത്തോടെ ഗർഗൻ കേശവനെ അരുകിൽ ചേർത്ത് നിർത്തി. അനശ്വര ഭാവത്തോടെ ഗോവിന്ദനെ നോക്കിക്കണ്ടു. ആചാര്യന്റെ ഇരു കവിളിലൂടെയും ആനന്ദധാര ഒഴുകിക്കൊണ്ടിരുന്നു. സുതോപം മറന്ന് ശോകം പോയി ഹർഷോന്മീലിതനായി ഗർഗൻ ലോകം വരെ എത്തി. നിമിഷങ്ങൾ പിന്നിട്ടപ്പോൾ ആനന്ദചിത്തനായി ആചാര്യൻ പറഞ്ഞു, കേശവ, സുപ്രധാനമായ ഒരു കാര്യം അറിയിക്കുവാൻ കൂടിയാണ് ഞാൻ ഇതിലെ വന്നത്. തീർത്ഥയാത്ര സഞ്ചാരത്തിൽ എന്നോടൊപ്പം സാന്ദീപിനിയും ഉണ്ടായിരുന്നു. ഞാൻ മധുരയ്ക്ക് മടങ്ങുമെന്നു അറിയിച്ചപ്പോൾ മഹർഷി നിന്നെ കാണണമെന്ന ആഗ്രഹം പറഞ്ഞു. ഗുരു ശിഷ്യനെ വന്ന് കാണുന്നത് ഭൗതിക ഭാവത്തിൽ നിന്ദ്യമാണ്. നീ എന്നെങ്കിലും വൃന്ദാവനത്തിലേക്ക് പോകുമ്പോൾ അതുവഴി ചെന്നാൽ മതിയെന്ന് അദ്ദേഹം പറഞ്ഞു. ഭരണകാര്യങ്ങളിൽ തിരക്കുള്ളവനാണല്ലോ നീ. ഗർഗന്റെ വാക്കുകൾ കേട്ട് ആനന്ദത്തോടെ കേശവൻ പറഞ്ഞു, ആചാര്യ, കാലം എന്നും നാം അറിയാതെ മുൻപേ സഞ്ചരിക്കും. അവസ്ഥകൾ അറിയും, ശ്രവിക്കും, ദർശിക്കും, പുത്തൻ കർമ്മങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യും. ഞാൻ കർമ്മസാക്ഷിയാണ്. നാളെ തന്നെ ഗുരുവിനെ കാണുവാൻ ആശ്രമത്തിലേക്ക് പോകാം. വാക്കുകൾ സാർത്ഥകമാവട്ടെ. ആധ്യാത്മിക വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചതിനു ശേഷം ആചാര്യൻ ആനന്ദത്തോടെ മടങ്ങി. പിറ്റേന്ന് പ്രഭാതത്തിൽ തന്നെ ഏതാനും ഗോപാല ബാലന്മാരും ഒന്നിച്ച് കേശവൻ സാന്ദീപനിയുടെ ആശ്രമത്തിലേക്ക് തിരിച്ചു. തേരിൽ പോകുവാൻ വസുദേവരും ഉഗ്രസേന മഹാരാജാവും നിർബന്ധിച്ചു. കൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നടന്നു പോകുന്നത് തന്നെയാണ് നല്ലത്. ജനങ്ങളെ കാണാം, അവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കുചേരാം, പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാം. കേശവന്റെ വാക്കുകൾക്ക് ആരും എതിരു പറഞ്ഞില്ല. മാധവന്റെ ഓരോ ചലനവും അർത്ഥപൂർണമാണെന്ന് എല്ലാവർക്കും അറിയാം. കൃഷ്ണനും സുഹൃത്തുക്കളും മധുരയുടെ തെരുവീതിയിലൂടെ നടന്നു. പീതാംബരം ചാർത്തി മയിൽപ്പീലി ചൂടി പുഞ്ചിരിക്കുന്ന മുഖവുമായി നടന്നു വരുന്ന ശ്യാമവർണ്ണനെ കാണുവാൻ ജനങ്ങൾ ഒത്തുകൂടി. ചിലർ മാധവന്റെ പിന്നാലെ കൂടി. മറ്റു ചിലർ മാധവന് പ്രിയമുള്ള ആഹാരങ്ങളുമായി കാത്തുനിന്നു. എല്ലാവരിലും ആഹ്ലാദമുണർത്തിക്കൊണ്ട് മാധവൻ നടന്നു. മമതയുള്ള നയനങ്ങൾ ജനങ്ങളിൽ ഹൃദ്യമായ വശ്യത പകർന്നു.
എല്ലാവരിലും ശാന്തി വളർന്നു. നഗരവാസികൾ നൽകിയ സമ്മാനങ്ങൾ സ്വീകരിച്ചും അവരോട് കുശലമോദിയും കണ്ണൻ മുൻപോട്ട് ഗമിച്ചു. കംസൻ എന്ന ഭീകര ചക്രവർത്തിയെ നിസ്സാരമായി കൊന്ന ബാലനെ ജനങ്ങൾ കൺമുന്നിൽ കാണുകയായിരുന്നു. ആ ശരീരത്തിൽ ഒന്ന് സ്പർശിക്കുവാൻ ചിലർ കൊതിച്ചു. കൃഷ്ണന്റെ പിമ്പെ നിഴൽ പോലെ സഞ്ചരിക്കുവാനാണ് ചിലർക്ക് മോഹം. പ്രിയം പറഞ്ഞ് കണ്ണന് വെണ്ണ പകർന്നു നൽകുവാൻ ചിലർക്ക് ആഗ്രഹം. എല്ലാം മനസ്സിലാക്കി എല്ലാവരുടെയും ഇഷ്ടം നടത്തി കണ്ണൻ ആശ്രമത്തിലേക്ക് നടന്നു. വൃന്ദാവനത്തിന് കുളിര് നൽകിയതിനു ശേഷം ബലരാമനും സാന്ദീപനിയുടെ ആശ്രമം വഴിക്ക് മധുരയിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. ബലരാമനും കേശവനും ഏതാണ്ട് ഒരേ സമയത്താണ് സാന്ദീപനിയുടെ ഉടജാങ്കണത്തിലെത്തിയത്. രാമകൃഷ്ണന്മാരെ കണ്ട് ശിഷ്യന്മാർ ഗുരുവിനെ വിവരമറിയിച്ചു. സാന്ദീപനിയുടെ ഹൃദയം ആനന്ദം കൊണ്ട് നിറഞ്ഞു. സാത്വികമായ ആനന്ദം ബാഷ്പധാരയായി നയനങ്ങളിൽ നിന്നും പ്രവഹിച്ചു. മഹർഷി ശിഷ്യന്മാരോടൊപ്പം പുറത്തേക്ക് എഴുന്നള്ളും മുമ്പ് രാമനും കൃഷ്ണനും ആശ്രമത്തിനകത്തേക്ക് ചെന്നു. ആചാര്യന്റെ പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചു. സാന്ദീപനി രണ്ടുപേരെയും മന്ദമുയർത്തി അവരെ ഒന്നിച്ചു തന്നെ ആലിംഗനം ചെയ്തു. സമുദ്രത്തിന്റെ വിരിമാറിൽ അമർന്നുപോയ മകനെ അന്വേഷിച്ച് കണ്ടെത്തിയ രാമകൃഷ്ണന്മാരെ എങ്ങനെ സ്വീകരിക്കണമെന്നറിയാതെ ഗുരു കുഴങ്ങി. വാക്കുകൾ തൊണ്ടയിൽ തടഞ്ഞു. സാന്ദീപനി രണ്ടുപേരെയും അരികിലിരുത്തി പറഞ്ഞു, ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഭാഗം അടുത്ത ദിവസം കേൾക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.